ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്തെ സാമ്പ്രാണിക്കുടി അല്ലല്ലേ, മറ്റേ സ്ഥലം മൺട്രോത്തുരുത്ത്. അതെ, മൺട്രോത്തുരുത്ത് വരെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ഒരു വട്ടം സാമ്പ്രാണിക്കുടി പോയിട്ടുണ്ട്. അച്ഛനൊന്നും പോയിട്ടില്ല അല്ലേ? ഞാൻ പോയിട്ടില്ല. അവിടെയാണ് ഈ പെരുമൺ ദുരന്തം നടന്ന സ്ഥലം. മറ്റേ ട്രെയിൻ അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പല്ലേ? പിന്നെ ഒത്തിരി വർഷമായി. ഇപ്പോഴും അതിന്റെ ബോഗികളൊക്കെ കായലിൽ കിടപ്പുണ്ട്. നമുക്ക് തപ്പിയാൽ ഇറങ്ങി തപ്പിയ അന്തമില്ലാത്ത കൈയോട് തപ്പാൻ ആള് കാണത്തില്ല. അവിടെ ഞങ്ങള് ഇവിടെ ഉത്സവത്തിന് ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന അവിടെയൊക്കെ ഈ വെള്ളത്തിന്റെ അടിയിലാ? വെള്ളത്തിന്റെ ആ ഏരിയയില് വെള്ളത്തിന്റെ അടിയിൽ ഭയങ്കര കോമഡിയായി. ഇവിടെ അച്ഛാ ആ ഫ്ലോയില് പറഞ്ഞ അങ്ങനെ ആയിരുന്നു. ഇല്ല അവിടെയാണ് പോന്നേന്നാ പറഞ്ഞത്. മഴയൊന്നും ഇല്ല കേട്ടോ, 2 ദിവസമായിട്ട് വലിയ മഴയൊന്നുമില്ല. ഇതാണ് വെതർ. അച്ഛാ ഓണം ഓവറായി. ഓണമായി ഇപ്രാവശ്യം എന്തിനാ ഓണത്തിന് നമ്മള് വെറൈറ്റി? എല്ലാ ഉറിയടിയും നമുക്ക് പുലികളി അതുപോലെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാം. നമുക്ക് ഉറിയടി വേണ്ടെന്ന് തോന്നി. ഉറിയടി വേണം. അതല്ല, നമ്മള് എല്ലാരും സദ്യ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഐറ്റം പറഞ്ഞു. ഉറിയടി പണ്ടത്തെ പോലെയല്ല, ഇച്ചിരി വെയിറ്റ് കുറയ്ക്കാൻ പോകും. അല്ലെങ്കിൽ ഉറി പിടിക്കുന്ന ചാവ് കണ്ണുകെട്ടി കുടവുണ്ട്. വെറൈറ്റി പരിപാടിയാ ചെയ്യാൻ പോകുന്നത്. എന്തോ അതൊക്കെ ഉണ്ട്. 5-6 കുളിക്കും എല്ലാരും. മനസ്സിലായില്ല. ഒറിജിനൽ ഉറിയല്ല, ഒറിജിനൽ ഉറി ഉണ്ട്. അത് പൊട്ടിച്ചാൽ കിട്ടും, പക്ഷെ അല്ലാതെ അടിക്കാൻ പൊട്ടും. പക്ഷെ വെറുതെ വെള്ളം വീടത്തേ എനിക്ക് മനസ്സിലായില്ല. എന്തിന് 3 ഉറി കിട്ടുമോ? അല്ല, ഒരുപാട് സ്ഥലത്ത് കെട്ടി തൂക്കിയിടും. പക്ഷെ ഒറിജിനൽ ഉറിയെ പൊട്ടിക്കാവും. ഓ അങ്ങനെ. അതായത് മറ്റേ പൂവൊക്കെ ഉള്ളത് കാര്യം. അല്ലെങ്കിലേ ഞാൻ പൊട്ടിച്ചില്ല എന്നുള്ള തോന്നൽ എല്ലാവർക്കും വരൂലേ? ഇപ്പൊ ചറവറടിച്ച് പൊട്ടിക്കൂലേ? അല്ലല്ല, അത് കഴിയുമ്പോഴത്തെ വെള്ളം വീഴൂലേ? അതുമല്ല, എന്തെങ്കിലും ഒരു കലാരൂപം, മറ്റേ കരിയില മാടൻ പോലത്തെ ഐറ്റം. കരിയില മാടൻ അല്ലെങ്കിൽ എന്റെ പുലികളി പോലത്തെ സെറ്റപ്പ് നോക്കട്ടെ. എന്തെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അച്ഛൻ നീല്ലേ? അച്ഛനാകുമ്പോ ആ വയറും ഉണ്ട് അല്ലേ? നമ്മള് വരും. സ്റ്റെപ്പ് അറിയില്ല, അത് ഷഡ് ഇടണം. ആ പുലികളിക്കല്ലേ, പുലികളിക്ക് ഷഡ് തന്നെ ഇടണം. ഇല്ല, പെർഫെക്ഷൻ വേണമെങ്കിൽ വേണ്ട, അങ്ങനെ വേണ്ട. ഞാൻ പുലിയുടെ വരെയുള്ള നിക്കറ് അത് വേണം ഇടാൻ. അപ്പൊ ഇപ്രാവശ്യം അച്ഛൻ പുലികളി കൂടെ നമ്മള് സെറ്റ് ചെയ്യാണ്. വാലൊക്കെ അതൊക്കെ അച്ഛൻ സെറ്റ് ചെയ്യും. അതൊക്കെ അച്ഛൻ കൊണ്ടുവരും. അത് വേട്ടക്കാരല്ലേ അച്ഛൻ പണ്ടേ മറ്റേ ശിവനായിട്ടുണ്ട് ഇവിടെ വേലമുക്ക് പ്ലോട്ടിൽ കൂടെ. അതൊരു സംഭവം വെച്ചാലേ അച്ഛൻ എന്തിനാ വെച്ച കഥ അല്ല, കളങ്ങാട്ട് വെച്ചായിരുന്നു. പണ്ടായിരുന്നു. പണ്ട് ശിവന്റെ വേഷം അടിയിപ്പിച്ച്. പക്ഷെ എന്നിട്ട് ഈ തൃക്കണ്ണ് ഇവിടെ ഒട്ടിക്കും. അച്ഛന്റെ തൃക്കണ്ണ് ഒട്ടിച്ചിട്ട് ഈ സൂപ്പർ അവിടുത്തെ തൊലി ഉൾപ്പെടെ ചളങ്ങി വന്നു. കെട്ടിയാഴ്ച വന്നപ്പോഴത്തേക്ക് ഏട്ടന് ശിവ എല്ലായിടത്തും ഞങ്ങൾ അവിടെ വന്ന് കെട്ടിയാഴ്ച നിന്നപ്പോ ചോദിക്കുന്നില്ലേ, ശിവന് ചൊറിച്ചില്. ആ, അതിനകത്ത് എന്താണെന്നറിയാമോ? മാറ്റയും മണ്ടും സകല ജീവികളും ഉണ്ടായിരുന്നു ഈ വേഷത്തിൽ. എനിക്കങ്ങ് ചൊറിഞ്ഞ് ഇവിടെ ഇത് ഊരിക്കളാക്കോ? ഈ തൃക്കണ്ണ് ഒട്ടിച്ചിട്ട് ഇരിക്കില്ല. അങ്ങനെ അപ്പുറത്തെ കടയിൽ പോയി 5 സൂപ്പർ ഗ്ലൂ മേടിച്ചോണ്ടൊന്ന് ഒട്ടിച്ച്, എന്നിട്ട് ഇത് ഇളക്കാൻ നേരത്ത് ഇവിടുന്ന് തൃക്കണ്ണ് വലിച്ചത് ഇവിടുന്ന് തൊലിയും ചോരയും. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. അച്ഛൻ ഭയങ്കര വിറ്റായ പണ്ടത്തെ. നമുക്ക് നാണക്കേടല്ലേ ശിവ ചൊറിച്ചില്. പാർവതി തുണിയൊന്നും കഴുകി കൊടുക്കത്തില്ലേ, ശിവന്റെ ചൊറിയുന്നു. അച്ഛൻ കൊറോണ പാമ്പൊക്കെ ഇട്ട് പോവാ ശിവനായിട്ട്. ഞങ്ങളവിടെ പോകും. നമ്മളെത്തുമ്പോഴത്തേനും ഒരു 4-4:30 ആവും കേട്ടോ. ഓക്കെ, അപ്പം അങ്ങ് എത്തിയിട്ട് വരാം. ടാറ്റ. ഹേ ഗൈസ്, നമ്മള് കൊല്ലമൊക്കെ എത്തി കേട്ടോ. വേണ്ടേ, ആ കാണുന്നത് കായലാണ്. ഇത് വിച്ച് കായൽ ഈസ് ദിസ്? ഇത് കായലല്ലേ? കായൽ. ദിസ് ഈസ് നോട്ട് ആർ. കടലില് ജോയിൻ ചെയ്യുന്നതാണ് കായൽ. നോക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ബോട്ടിങ് നോക്കാം. ഇവിടുന്ന് ഇവിടെ കുറെ പേരുണ്ട്. എനിക്കൊന്ന് 1 മണിക്കൂറിന് എന്തോ 500 രൂപ എന്തോ ആണ്. നമുക്ക് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും വേണം ഫുള്ളൊന്ന് കറങ്ങി കണ്ടുവരാനായിട്ട്. നമ്മള് ഏതോ റോഡ് തീരുന്നിടത്ത് വന്നു കേട്ടോ.
ഇനി അങ്ങോട്ടില്ല, വണ്ടി അവിടെ കിടക്കുന്നു. അടച്ചിവിടെ. ഇവിടെ അടച്ച്. ഓ ദോണ്ട അവിടെ. വാവ്, വണ്ടർ വ്യൂ. കൊള്ളാം കേട്ടോ. ഫുൾ കായൽ വാട്ടർ. ഓ ഇവിടെ വേറെ പാലം വെക്കി പണിയുന്നു. ഇത് ഏത് പാലം വെച്ചാ? ആ, ഇതാണ് പെരുമൺ പാലം. പാലത്തിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഇത് ഇവിടെയാണ്, ഈ റെയിൽവേനകത്താണ് പാലം പറഞ്ഞത് പണ്ടല്ലേ? ട്രെയിൻ പറഞ്ഞോണ്ട് എവിടെ? കോട്ടാ കാണുന്ന വല സൈഡ്. ഇത് അപ്പൊ അതുവഴി ഇപ്പൊ ട്രെയിൻ പോകത്തില്ലേ? ഇല്ല, ട്രെയിൻ ഉണ്ട്. ആ, ഓ ദോ പോണ ട്രെയിൻ, ദോ പോണ. അതിലാണ് പെരുമണത്തൂരം കാണുന്നത്. ഓ ട്രെയിൻ ദോ പോണ. ഇതിന്റെ അടിയിൽ ബോയ കിടപ്പണെന്നാണ് പറയുന്നത്. ഭയങ്കര കായമാണ് അങ്ങോട്ട്. ആ സെറ്റ് അല്ലേ? അളി ദേണ്ട ചെങ്കാറ് കിടക്കുന്നു. നമുക്ക് ഇതിനകത്ത് വണ്ടി കാർ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ട കാറൊക്കെ കയറി പോണു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ. ഞങ്ങള് വന്ന അക്കരെയാണ് കേട്ടോ അവിടെ. അപ്പൊ നമ്മള് കാറിന്റെ അകത്ത് ഇരുന്നാ മതി. ഇതുകൊണ്ടാ കാറിന്റെ അകത്തിരിക്കുക. ആ, നമ്മള് കാറിനകത്ത് ഇരുന്നാ മതി, കൊണ്ടുപോയിക്കോളൂ. കയാക്കിങ് ഉണ്ടോ ബ്രോ? അതും ഉണ്ടോ അപ്പുറത്ത്? അമ്മക്കരമ്മ ഇതാരാണ് ഇത് ഇതാക്കുന്ന? ഓക്കെ. ഹയ്യ 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 ഹയ്യ. എടുത്തിട്ട് പറയാനുള്ളായിരുന്നു. ആ ഇത് ഇവിടെ അയ്യോ ഇത് വളയുന്നു. അതുവഴി നടക്കുന്നില്ലേ? ഒരു കമ്പെന്നാ ഞാനിവിടെ ഇതാക്കാം വേണേ. വെള്ളം ഭയങ്കര മ്യൂട്ടാട്ടോ, സൗണ്ട് ഒന്നുമില്ല. അച്ഛാ ഇതിനകത്ത് വേരി തൂങ്ങി കിടക്കച്ചാ. എന്തോ വേരി സെറ്റ്. വേരുകളുടെ ഇടയിൽ കൂടെയാണ് സുഹൃത്തുക്കളെ പോകുന്നത്. കുനി അച്ഛാ അതിനെ തൂങ്ങിക്കിടാ, തിരിച്ചു വരുമ്പോ പിടിക്കാം. മൗഗിളി. പക്ഷെ ഇവിടെ വലിയ കുഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. മീനുണ്ടാ ബ്രോ? മീനുണ്ട്. ഭയങ്കര സമാധാനം, ഭയങ്കര ശാന്തത ഇല്ലേ ചാ? ഇല്ലേ? ഓരെന്തേലും കാണിക്ക്. അച്ഛന്തേലും ഓര് കാണിക്കട്ടെ. ഇതിനകത്തായോണ്ടേ അത്ര അങ്ങോട്ട് പറ്റുന്നില്ലല്ലേ? ഭയങ്കര നിശബ്ദത. ഈ സമാധാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആട്ടോ. ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക. എനിക്ക് വല്ലാതിരുന്ന് ഭയങ്കര സൈലൻസ്. ഓ ഒരു ടൈറ്റാനിക് വരുന്നത്. ഓ മാസൻട്രി. ബ്രോ ബ്രേക്ക് എവിടെ? പ്ലാവടെ നമ്മള് നോക്കിയിരിക്കണം കേട്ടാ. ഈ മരത്തിന്റെ കീഴിൽ കൂടെ കൂടാ ബ്രോ. വളക്കി ഇത് ആ. ഓ ഇനി നമ്മള് കാട്ടിന്റെ ഇടയിൽ കൂടെ കയറാൻ പോവാണ് അച്ഛാ. ഇതുള്ള ഓ മുതുക്ക് വേര് കേട്ടാ. ഇതാണ് ഈ മണ്ണൊക്കെ പിടിച്ചിങ്ങനെ നിർത്തുന്ന. ഓ ഇത് നമുക്കിനി മരത്തിൽ കയറാം. അച്ഛന്റെ മൗഗ്ലി പരിപാടിയൊക്കെ ഇപ്പൊ നമുക്ക് കാണാം. കിങ് കോങ്. സുഹൃത്തുക്കളെ ഇതണ്ട ഇതൊരു അച്ഛാ കേറ്. അച്ഛ ഫസ്റ്റ് കേറട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ. ആ അച്ഛൻ കേറ്. അച്ഛന്റെ കിടുക്കാച്ചി ഫോട്ടോസ് എടുക്കാം. അച്ഛൻ മറ്റേ സൗണ്ട്. കറക്റ്റ് സൂപ്പർ. ബ്രോ അപ്പൊ വെള്ളം എടുത്തോ? ഇതവിടെ ഇരിക്കട്ടെ. 100 കിട്ടും. ഇത് ഫോൺ എന്തോ ഒരു സ്ഥലം വേറെ കിടന്നാ കേറാൻ പറ്റാത്ത ഷോട്ടുകള്.
പോയി കാണിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ ഇതിന്റെ വേരിന്റെ ഇടയിൽ കയറിയിട്ട് അച്ഛൻ തോണ്ടേ. ഹായ് ആ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടാ. അച്ഛൻ ഇവിടെ മറ്റേ ഏർമാടം ഉണ്ടാക്കാൻ സൂപ്പർ അല്ലേ? അല്ലേ സെറ്റാ. ബാ എന്റെ അമ്മേ താന്നൊക്കെ പോയി. ആ കാലിങ്ങനെ കിട്ടിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടാ. ആ ബ്രോയിനെ അവിടെ നിൽക്കുമ്പോ ഇതൊക്കെ എടുത്ത് കാണിക്കൂല്ലേ ആൾക്കാരെ അല്ലേ? ദിസ് ഈസ് ബിസിനസ്. അച്ഛന്റെ ഓരെല്ലാം കാണിക്കും. അപ്പോൾ നമ്മളിനി ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ കറങ്ങി പോകും കേട്ടോ. ഏതാണ്ടൊരു 7 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് തിരിച്ചൊരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ കയറിയിടത്ത് തന്നെ തിരിച്ചു വരും. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് സ്ഥലം അല്ലേ? ഇപ്പം ഇവർക്ക് ഇവിടെയൊക്കെ വണ്ടി വരും കേട്ടാ. ഇങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ സൂപ്പറാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ബോട്ട്, ബാക്കിൽ റോഡ്. പക്ഷെ ഇവിടെ അങ്ങനെ വെള്ളമൊന്നും കയറൂലെന്നാണ് പറയുന്നത്. കുറച്ചും കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. ആ ഒരു കെട്ടിൻ്റെ അവിടം വരെയൊക്കെ വെള്ളം വരും. ഗുഹേൻ്റെ അകത്തൂടെ കയറി അപ്പുറത്ത് പോകും. പക്ഷെ ഇതുപോലെയൊക്കെ വന്നിരുന്ന് ഒരു കട്ടനെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ സൂപ്പറല്ലേ? ആ വ്യൂ ഒക്കെ നോക്കിയേ, വൈബ്. ആ ഓ വരുതാ, ഓ സായിപ്പൂ ഓണ്ടച്ചാ, സായിപ്പ് സായിപ്പ്. വാവ് സെറ്റ്. ഇവര് മഹാ ഓരാട്ടോ. ഇതിനകത്ത് കുറച്ചെങ്കിലും ഡീസന്റ് ആയിട്ടുള്ള ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇയാമ്പാറ്റ മൗഗ്ലിയും പൂമാരൊക്കെ ട്രിപ്പ് വന്നേക്കുണ്ട്. ഹൈ ഹൈ അച്ഛൻ മഹാ ഓര. ഇത് കൊഞ്ചു വളർത്തുന്ന ഒരുപാട് നാളെ കിടത്തി കളഞ്ഞല്ല. പുള്ളി നല്ല ഡീസന്റ് ആയിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞു പോയതാ. അപ്പൊ ഇത് ബക്ക ബക്കയത് ശരിയല്ലേ? അതിനെ കൊണ്ട് ഒരു സീനുണ്ടല്ലേ, മറ്റേ നടക്കുന്നവര് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കൂടെ. ആമസോൺ കാട്. ആമസോൺ കാടായി. വള്ളമൊക്കെ എച്ചെടുക്കാൻ പഠിപ്പിക്കും. ഒരാള് പേടിച്ചു കേട്ടോ. പക്ഷെ അത് ആരും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കോമഡി അടിച്ചാലും മൈൻഡ് ചെയ്ത് ആരും ശ്രദ്ധിച്ചില്ല. റാക്കും ജോസും ഇപ്പൊ കാണും. പക്ഷെ റാക്കും ജോസും ഒന്ന് അത് മതി. ജാക്കും ജോസും. പക്ഷെ ജോസാ അടി അവരുടെ പേരെന്താ? റോസും. ആ റോസും ജാക്കും. ഇതാ കണ്ടിട്ടൊക്കെ പറയാൻ തോന്നിയല്ലേ. അതായത് ടൈറ്റാനിക് സിനിമയിലെ അച്ഛാ ഇത് മരം മരം. ഓ കറക്റ്റ് കാട്. നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ വണ്ടർഫുൾ. വയലാ ചുമ്മാ ചുമ്മാ. ആ ഇവിടെ പിന്നെ വേറെ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ശരിയാ. പക്ഷെ നമ്മൾ എവിടെ പോയത്? വർക്കലേക്ക് പോയ അവിടെ ഫുള്ള് വേസ്റ്റ് ആയിരുന്നു. ആ ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ വരുന്നവര് വേസ്റ്റും കുപ്പിയൊന്നും ഇടാതെ സൂക്ഷിക്കാം. ദോ കിടക്കുന്ന ബ്രോ കുപ്പി. അത് കാണിക്കാതെ ബ്രോ കുപ്പി വേണ്ട കുപ്പി ഇവിടെ ഉണ്ട്. അളിയ ഇത് ഈ കക്കേ, ചില കക്കകൾ ഇത് വളർന്ന് വലുതാവുമ്പോഴത്തേന് ഷെല്ലിൽ നിൽക്കത്തില്ല. അപ്പൊ ഇത് പൊട്ടി കളഞ്ഞിട്ട് വേറെ ഷെല്ലിൽ വളർന്നു വരും.
അല്ലെ ബാക്ക്ഗ്രൗണ്ട് പിടിച്ചു കേട്ടോ. ഇപ്പൊ പറഞ്ഞേരെ ഇത് ഇളകിയിരിക്കുന്നു. എടാ പലകി പറഞ്ഞിപ്പോ ഞാൻ ഇവിടെ കിടന്നേരെ. ആ നമ്മളങ്ങനെ വലിയ നീണ്ട തടാകത്തിൽ എത്തിയിരിക്കാണ്. ആ മൂങ്ങ തോയിരിക്കുന്ന അച്ഛാ, മൂങ്ങ പരന്ത്. ആ പരന്ത്, അത് പരന്ത് അല്ല, അത് പരന്ത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ കുഴിയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ കൂടെ നടന്നൊക്കെ ഇപ്പം ഞാൻ പാൻറ് മടക്കുക. ഇനി എന്തിനാ മടക്കുന്ന വെച്ചാ, പാൻറ് മടക്കുന്ന? ഫുള്ള് നനച്ചു വെച്ചിട്ട് പാൻറ് മടക്കണം. ഇറങ്ങാം. ദൈവമേ, ഈ രണ്ടുപേരോട് ഒരുമിച്ചങ്ങ് ഇറങ്ങിയ. ആ ഇതിന്റെ അടി മണ്ണാണ് കേട്ടാ, ചെളിയല്ല. കുഴി എങ്ങോട്ടാ ബ്രോ? അങ്ങോട്ടും കുഴിയാ. അച്ഛാ സ്ട്രെയിറ്റ് പോവാനാട്ടോ പറഞ്ഞേ. അങ്ങോട്ട് സ്ട്രെയിറ്റ്. നമുക്ക് ഇവിടേക്ക് അച്ഛാ. നീ കൊള്ളാല്ലേ? കാലെങ്ങനെ? ആ പക്ഷെ ഉണ്ടല്ലോ ചെളിയില്ല കേട്ടാ, അതുകൊണ്ട് രസമുണ്ട്. നമ്മള് സാമ്പ്രാണി കൂടി പോയപ്പോഴത്തേന് മുള്ള. ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ. ആ പറഞ്ഞ സത്യമാണെന്ന് അറിയാൻ പോവാ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ അല്ലായിരുന്ന? കൊച്ചുങ്ങൾക്ക് അടിപൊളി. വലിയവർക്ക് വരാനും സൂപ്പറാണ്. അതല്ല, കൊച്ചുങ്ങളെ കൂടെ വലിയൊരു വരുമല്ലോ. കൊച്ചുങ്ങൾ ഒറ്റയ്ക്ക് വരില്ലല്ലോ. അതെ എല്ലാവരും കൊള്ളാം, സൂപ്പർ, എൻജോയ് ചെയ്യാം. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വള്ളത്തിൽ കയറി ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നല്ലേ? നല്ല അടിപൊളിയൊരു വൈകുന്നേരം. അത് മാത്രമല്ല, ഈ കായലിന്റെ സൈഡിൽ ഇഷ്ടം പോലെ മറ്റേ കക്ക പിടിച്ചിരിപ്പുണ്ട്. കക്ക എന്ന് പറയുന്നില്ല, ഓയിസ്റ്റർ. ആ ഈ സാധനം പിടിച്ചിരിപ്പുണ്ട്. അതായത് ഇത് പറിച്ചിട്ട് കൊണ്ടുപോയി നമുക്ക് കഴിക്കാം. വേണമെങ്കിൽ അത് പച്ചക്ക് തിന്നാൻ പറ്റും. ഈ ഓയിസ്റ്റർ പച്ചക്ക് കഴിക്കും. മറ്റേ മിസ്റ്റർ ബീനിലൊക്കെ കണ്ടിട്ടില്ലേ പുള്ളി തിന്നത്? ആ സാധനം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പറിക്കാൻ കുറച്ച് മെനക്കെട്ട സംഭവമാണ്. ഇത് പിടിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ വരണം അല്ലേ? അത് ഈ കെട്ടിന്റെ സൈഡിൽ മൊത്തം കാണും, കല്ല് കെട്ടില്ല. അവിടെ എല്ലാം ഈ സാധനം ഉണ്ട്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനം എന്ന് പറയുന്നത്. അതൊന്നും ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇനി നമുക്ക് ജങ്കാറി കയറാം. വണ്ടി ഓടിക്കും. അത് ഓട്ടിക്കണ്ട, അതിനകത്ത് കയറി